മുൻഗാമികളും പിൻഗാമികളും ഇല്ലാത്ത നടന വിസ്മയം. മലയാളികളുടെ അവസാനിക്കാത്ത ആഘോഷത്തിൻ്റെ പേരാണ് മോഹൻലാൽ. 4 പതിറ്റാണ്ടായി മലയാളികളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ലാലേട്ടൻ എന്ന മഹാവിസ്മയം. Since the law is always above the law. പതിറ്റാണ്ടുകളായി മലയാള സിനിമാ മേഖലയിൽ പ്രഭ ചൊരിയുന്ന ലാലേട്ടനെ നരേന്ദ്രനായും സാഗറായും ജയകൃഷ്ണനായും സേതുമാധവനായും ആടുതോമയായും നീലകണ്ഠനായും കാർത്തികേയനായും ജോർജ് കുട്ടിയായും സ്റ്റീഫനായും അവസാനം ബെൻസായും ലോകം സ്വീകരിച്ചു. വില്ലൻ വേഷത്തിലൂടെ വെള്ളിത്തിരയിലേക്ക് എത്തിയ 20-കാരന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. 1983-ൽ 25ഓളം ചിത്രങ്ങളിൽ മോഹൻലാൽ അഭിനയിച്ചു. മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന 1986-95 കാലഘട്ടത്തിൽ മോഹൻലാലിന്റെ അഭിനയ മികവ് ലോകമറിഞ്ഞു. 1986-ൽ പുറത്തിറങ്ങിയ TP ബാലഗോപാലൻ MA എന്ന സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ചിത്രത്തിലെ അഭിനയത്തിന് മോഹൻലാലിന് ആദ്യമായി മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. പിന്നീട് പുറത്തിറങ്ങിയ രാജാവിന്റെ മകൻ മോഹൻലാലിന് ആരാധകരെ നേടിക്കൊടുത്തു. മോഹൻലാലിന്റെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്കുള്ള ചവിട്ടുപടിയായിരുന്നു ഈ ചിത്രം. ഭരതം, കമലദളം, ദേവാസുരം, വാനപ്രസ്ഥം തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ചിത്രങ്ങളിൽ മോഹൻലാലിന്റെ പേരെഴുതി ചേർത്തു. പിന്നീട് മോഹൻലാലിന് വേണ്ടി മാത്രം സംവിധായകരും നിർമ്മാതാക്കളും കാത്തുനിൽക്കുന്നതിനും കാലം സാക്ഷിയായി. 1997-ൽ പുറത്തിറങ്ങിയ ഗുരു ഓസ്കാർ അവാർഡിന് വേണ്ടിയുള്ള വിദേശ ചലച്ചിത്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയിരുന്നു. 1999-ൽ പുറത്തിറങ്ങിയ വാനപ്രസ്ഥം കാൻ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ചു. വിദേശത്തും സിനിമ ചർച്ച ചെയ്യപ്പെട്ടു. 2006-ലെ തന്മാത്രയിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലാലേട്ടനെ തേടിയെത്തി. 2007-ൽ പുറത്തിറങ്ങിയ പരദേശിയിലെ അഭിനയ മികവിന് വീണ്ടും സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം. മലയാളത്തിന് പുറമെ തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ തുടങ്ങിയ ഭാഷകളിലുള്ള ചിത്രങ്ങളിലും ലാൽ അഭിനയിച്ചിട്ടുണ്ട്. 1997-ലാണ് മോഹൻലാൽ മണിരത്നം സംവിധാനം ചെയ്ത ഇരുവർ എന്ന തമിഴ് ചിത്രത്തിൽ അഭിനയിക്കുന്നത്. ഈ ചിത്രത്തിൽ MGRന്റെ വേഷത്തിൽ അഭിനയിച്ചു. 2002-ൽ ബോളിവുഡ് ചിത്രമായ കമ്പനിയിൽ അഭിനയിച്ചു. 2007-ൽ പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രമായ രാം ഗോപാൽ വർമ്മയുടെ ഷോലയുടെ പുതിയ പതിപ്പായ ആഗിലെ ഒരു പ്രധാന കഥാപാത്രമായി അഭിനയിച്ചതും മോഹൻലാലാണ്. 2009-ൽ കമൽഹാസനൊപ്പം തമിഴിൽ വീണ്ടും അഭിനയിച്ചു. 2014-ൽ വിജയ്ക്കൊപ്പം ജില്ല എന്ന ചിത്രത്തിലും വേഷമിട്ടു. മോഹൻലാൽ ചിത്രങ്ങളിലൂടെ മാത്രം മലയാള സിനിമയെ തിരിച്ചറിയാൻ സാധിക്കും. സിനിമാ മേഖലയെ സമ്പന്നമാക്കുന്ന പകരക്കാരനില്ലാത്ത നടന വിസ്മയത്തിന് ജനം TVയുടെ അഭിനന്ദനങ്ങൾ.